പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ ധീര്യമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇളയവനെ കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നൽകിയതുകൊണ്ട് ദൈവത്തെ ധൈര്യമായി സ്തുതിക്കുകയാണ്. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, ദൈവവചനം നിത്യേന സംസാരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ, ദൂരത്തും ചാരത്തുമായി ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നുവല്ലോ. താമസിയാതെ തന്നെ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചെറുക്കുവാനായിട്ട് കടന്നു വരുമെന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലും ലോകത്ത് അവൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാഥൻ ഇതാ വാതിക്കലെത്തിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിലുള്ളതായ അനുഭവങ്ങളാണ് ലോകവ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആത്മീയ മണ്ഡലത്തെ പൂർണ്ണമായും ശത്രു കീഴടക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിലുള്ളതായ പ്രവർത്തനങ്ങളാണ് ലോകവ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ആത്മീയരെന്ന് അവകാശപ്പെടുന്ന പലരും ശത്രുവിൻ്റെ പ്രവർത്തനത്തിന് കീഴിലാണ്, ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇതെല്ലാം മധ്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ സത്യദൈവത്തെ അറിയേണ്ട പോലെ അറിയുകയും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കൊത്തവണ്ണം ജീവിതം നയിക്കുകയും ചെയ്തില്ല എങ്കിൽ നാം പ്രതീക്ഷിക്കുന്നത് പോലെയുള്ളതായ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനോ അവൻ്റെ രാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാനോ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടാകും. അത് ഏതൊരു മനുഷ്യനെയും വളരെയധികം നിരാശാഭരിതരാക്കി തീർക്കുന്ന അനുഭവങ്ങളായിരിക്കുമെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തിൻ്റെ വസ്തുതകളെക്കുറിച്ചും വ്യക്തമായി നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ സത്യത്തിനായിട്ട് നിലകൊള്ളുക. നമ്മുടെ കർത്താവ് വരാറായി. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദൈവം ആർ എന്ന വിഷയമാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 8ാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നിത്യതയിൽ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി തുടർച്ചയായിട്ട് ദൈവം ആർ എന്ന വിഷയം നാം ചിന്തിക്കുകയായിരുന്നു. വീണ്ടും അതേ വിഷയം തന്നെയാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പഠിച്ച് തീർക്കുവാൻ ആർക്കും സാധ്യമല്ല. അവൻ അനന്തതയിൽ വസിക്കുന്നവനാണ്. അവൻ ആരംഭമില്ല, അവസാനമില്ല. അവൻ നിത്യതയിൽ വസിക്കുന്നു. അവന് ഭൂതകാലമോ
ഭാവി കാലമോ ഇല്ല, അവന് എന്നും വർത്തമാനകാലമാണ് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ നിത്യനായ ദൈവത്തെക്കുറിച്ച് ഈ അന്ത്യകാലത്ത് ചില കാര്യങ്ങൾ നാം പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ദൈവത്തെ സംബന്ധിച്ച് തെറ്റായ നിലയിൽ പഠിപ്പിക്കുവാൻ സാത്താൻ അവൻ്റെ ദൂതന്മാരെ ലോകത്തിൽ അയച്ചിട്ടുണ്ട്. സാത്താൻ്റെ കിങ്കരന്മാരായി അനുയായികളായി ധാരാളം ആളുകൾ ദൈവവചനത്തിൻ്റെ സത്യത്തിന് വിപരീതമായിട്ടുള്ള പ്രചരണങ്ങൾ ലോകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല നിലകളിലാണ് ശത്രുവാകുന്നവൻ ദൈവവചനത്തിന് വിരോധമായി നിലകൊള്ളുന്നത് എന്ന് ദൈവവചനം യഥാർത്ഥമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ താല്പര്യപ്പെടുന്നവർ ദൈവവചനത്തിൻ്റെ സത്യത്തെ യഥാർത്ഥമായി തിരിച്ചറിയുകയും സ്തോത്രം സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുകയും സത്യ ഉപദേശത്തിൽ നിലനിൽക്കുകയും ചെയ്യാതെ ശത്രുവിൻ്റെ കെണികളിൽ അകപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നാൽ തീർച്ചയായിട്ടും അവൻ്റെ ആത്മീയ ജീവിതം കൊണ്ട് അവന് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല, ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ദൈവത്തെ സംബന്ധിച്ച് തെറ്റായ നിലകളിൽ ലോകം പഠിപ്പിക്കുമ്പോൾ ശരിയായ നിലയിൽ ദൈവത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും യഥാർത്ഥ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയും ആ ദൈവത്തിൻ്റെ പ്രവർത്തന മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞും സത്യവേദ പുസ്തകം ദൈവത്തെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി വിശുദ്ധമായി നിലകൊള്ളേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ദൈവം ഏകനാണ് എന്ന് വേദപുസ്തകം വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവം ഒന്നല്ല ഒന്നിലധികമുണ്ട് എന്ന് സാത്താൻ തൻ്റെ കിങ്കരന്മാരെ അയച്ച് വാദിക്കുകയാണ്. ഏകദൈവം യേശുക്രിസ്തുവാണ് എന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുമ്പോൾ യേശുവിനെ ദൈവമല്ല, അവൻ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് പഠിപ്പിക്കുവാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് സത്യം എല്ലാ ജനങ്ങളിലും എത്തിക്കേണ്ടതിന് വേണ്ടിയുള്ളതായ ഒരു പരിശ്രമമാണ് JCNDST എന്ന ഈ ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് അതിനോട് ചേർന്ന് ചില വേദഭാഗങ്ങളും കൂടെ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം ആർ എന്ന വിഷയമാണ്, അതിൻ്റെ 8ാമത്തെ ഭാഗമാണ് ഇന്നും സംസാരിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നാം സേവിക്കുന്ന അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് ആ ഭാഗത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്.
കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, കർത്താവിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായ ഒരു വിഷയഭാഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ ജനത്തിന് സങ്കേതമായി അരുമനാഥനായ കർത്താവ് തങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു എന്നും തങ്ങൾ അവൻ്റെ സങ്കേത വലയത്തിനുള്ളിലായിരുന്നു എന്നും സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ പലപ്പോഴും കർത്താവിൻ്റെ ആ സങ്കേത അനുഭവത്തിൽ നിന്നും ജനം പുറത്തു പോകുവാനിടയായി തീർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ജനത്തിന് തക്കതായ ശിക്ഷയും ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനിടയായി തീർന്നിട്ടുണ്ട് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. കർത്താവ് ആണ് തലമുറയായി ഇസ്രായേലിൻ്റെ സങ്കേതമായിരിക്കുന്നത് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. കർത്താവ് എന്ന് വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഏക കർത്താവ് യേശുക്രിസ്തു ആകുന്നു എന്ന് കൊരിന്തിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ ഏക കർത്താവാണ് ഇസ്രായേലിന് തലമുറയായി സങ്കേതമായിരുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നവിടെ അതിൻ്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ കാണുകയാണ്. സ്തോത്രം. ഇസ്രായേലിന് സങ്കേതമായിരുന്ന സർവശക്തനായ ദൈവത്തിൽ നിന്നും പലപ്പോഴും അവർ അകന്നു പോകുവാനിടയായി തീർന്നതിൻ്റെതായ ഫലമായിട്ട് പല നിലകളിലുള്ളതായ ശിക്ഷ അവരുടെ മേൽ കടന്നു വരുവാനും വളരെയധികം വേദനപ്പെടുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഇടയായി തീർന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. യേശുക്രിസ്തു എന്ന ഏക കർത്താവാണ് നമുക്കുള്ളത് എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, സ്തോത്രം, ആ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. സ്തോത്രം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ആത്മീയമായ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിനെ ദൈവമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന നിഷേധികളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊള്ളണം. യേശുക്രിസ്തുവിനെ പിരിഞ്ഞ് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം കർത്താവിനെ കുറിച്ച് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്നാണ്. ആരാണ്? കർത്താവ്, യേശുക്രിസ്തു എന്ന ഏക കർത്താവ്. അവനാണ് പർവ്വതങ്ങൾ ഉണ്ടാക്കിയതും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതും അവൻ തന്നെയാണ്. ഇതൊക്കെ സൃഷ്ടി ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവൻ അനാദിയായും
ശാശ്വതമായും ദൈവമാകുന്നു എന്ന് വേദപുസ്തകം വളരെ ശക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അനേകർക്കും അത് അങ്ങോട്ട് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരനുഭവത്തിലല്ല, പലരും അതിനെ അവിശ്വസിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുവാൻ അനേകർക്കും കഴിയുന്നില്ല. ഇത് ശത്രുവിൻ്റെ ഒരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ ആർക്കെങ്കിലും കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സത്യം മനസ്സിലാക്കി സത്യത്തിലേക്ക് മടങ്ങി വരുവാനുള്ളതായ അവസരം ഇപ്പോഴുണ്ട്. എന്നാൽ അധികം താമസം ഇല്ലാത്ത ഒരനുഭവത്തിലൂടെ നമ്മുടെ കർത്താവ് കടന്നു വരികയും അവനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിൻ്റെ വിശുദ്ധന്മാരെ തന്നോടുകൂടെ ചേർക്കുകയും സ്തോത്രം അവനിൽ വിശ്വസിക്കാതെ അവൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന സകലരെയും അവൻ തള്ളിക്കളയുകയും, കർത്താവിൻ്റെ വചനം പറയുന്നത് ആ വക ചേർത്ത് തീയിലിട്ട് കളയുന്നതായ ഒരനുഭവം അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരനുഭവം ആർക്കും ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സത്യം എല്ലാവരിലും എത്തിച്ചേരണമെന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ചില പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കർത്താവ് ഉപയോഗിച്ചുകൊണ്ട് ഈ സത്യം വെളിപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസവും പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ മറക്കരുത് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ മറക്കരുതേ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ ചില പരിമിതമായ അളവുകോൽ കൊണ്ട് അളക്കുകയും അതിന് ചില പരിമിതികളൊക്കെ നിശ്ചയിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളോടായി ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ് എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ഒരു ദിവസം മനുഷ്യർക്ക് 1000 ദിവസം പോലെയും മനുഷ്യരുടെ 1000 സംവത്സരം ദൈവത്തിന് ഒരു ദിവസം പോലെയും ആകുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ സ്തോത്രം, ദൈവം ആർ എന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി, ദൈവം ആരാണെന്നുള്ളതായ വസ്തുത നാം അറിയേണ്ടതിന് വേണ്ടിയാണ് ഈ വചനഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യഭാഗത്തിൽ കർത്താവിൻ്റെ ദാസനിലൂടെ കർത്താവ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യ ദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ എന്ന് ആ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിൻ്റെ മക്കളോട് ചോദിക്കുകയാണ്, നിനക്ക് അറിഞ്ഞുകൂടായോ? നീ എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലയോ? യഹോവയായ ദൈവം നിത്യ ദൈവമാണ്. അവൻ നിത്യതയിലും വരുവാനുള്ള നിത്യതയിലും ഈ കാലത്തിലുമെല്ലാം അവൻ ദൈവം തന്നെയാണ്. അവൻ്റെ ദൈവത്വത്തിന് ഒരു മാറ്റവും സംഭവിക്കുകയില്ല, സംഭവിച്ചിട്ടുമില്ല. അവൻ നിത്യനായി നിലനിൽക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെയാണ് നിത്യനായ ദൈവം. സ്തോത്രം. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അവൻ്റെ ബുദ്ധി
ആർക്കും വർണ്ണിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള അഗാധമായ ബുദ്ധിയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സകല സൃഷ്ടിക്കും കാലങ്ങൾക്കും അപ്പുറം ദൈവമുണ്ട് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. യഥാർത്ഥമായ നിത്യത ദൈവത്തിന് മാത്രമുള്ളതാണ് എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് നിത്യനായ ദൈവം സകലവിധമാകുന്ന മാനുഷിക പരിധികൾക്കും അധീതനാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എന്നാൽ അവന് ആരംഭവും അവസാനവുമില്ലാത്ത അനന്തതയാകുന്നു അവൻ്റെ നിത്യത എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. അതുകൊണ്ട് നിത്യനായ ദൈവവചനത്തിൻ്റെ വസ്തുതകൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ യഹോവയായ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ തിരുവചനത്തിൻ്റെ വസ്തുത തിരിച്ചറിയാതെ സ്തോത്രം കടന്നു പോകുന്നവരായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൂതന്മാർക്ക് ആരംഭമുണ്ട്, അതുപോലെ മനുഷ്യനും ഒരാരംഭമുണ്ട്. എന്നാൽ ദൈവത്തിന് നിത്യത മാത്രമാണുള്ളത് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ ദൈവമാണ്. സ്വയാസ്തിത്വം ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പഠിക്കുവാൻ കഴിയും. ഉണ്ടായി വന്നതൊന്നും ദൈവമല്ല, അനാദിയായി സ്ഥിതി ചെയ്യുന്നവനാണ് ദൈവം എന്ന് തിരുവെഴുത്തുകൾ നമ്മെ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? സ്തോത്രം. യഥാർത്ഥമായി ദൈവം ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗങ്ങളിലും അവൻ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ വസിക്കുന്നത് എങ്ങനെ, അടങ്ങുന്നത് എങ്ങനെയെന്ന് ശലോമോൻ ജ്ഞാനി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സ്തോത്രം. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയെ ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയായ ദൈവത്തെ കാണാതെ വണ്ണം ആർക്കും മറയെ ഒളിപ്പാൻ കഴിയുകയില്ല. അവനാണ് ആകാശത്തെയും ഭൂമിയെയും സർവത്തെയും സൃഷ്ടിച്ചവനായ ദൈവമെന്ന് വളരെ വ്യക്തമായിട്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എൻ്റെ വിശ്രാമ സ്ഥലവും ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി എന്ന് പ്രവാചകനിലൂടെ സ്വർഗത്തിലെ ദൈവം സംസാരിക്കുകയാണ്. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും കർത്തൃത്വങ്ങളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ സ്തോത്രം വാഴ്ചകളും അധികാരങ്ങളും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് കാണുവാൻ കഴിയുന്നത്. സകലവും സൃഷ്ടിച്ചവൻ യേശു ആകുന്നു എന്ന് പുതിയ നിയമത്തിൽ കാണുന്നു. പഴയ നിയമത്തിൽ യഹോവ എന്ന്
നമ്മൾ കാണുന്നു. അപ്പോൾ രണ്ട് ദൈവങ്ങളാണോ, രണ്ട് സന്ദർഭങ്ങളിലാണോ ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ശരിക്കും വിലയിരുത്തിയാൽ ഒരേ ഒരു ദൈവം മാത്രമാണ്. ആ ദൈവമാണ് സകലത്തെയും ഉളവാക്കിയവൻ എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. യഹോവയായ ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയി കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി ഒരു മധ്യസ്ഥനായിട്ട്, അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പുകാരനായിട്ട്, ഒരു കാര്യസ്ഥനായിട്ട് ദൈവം തന്നെ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ചുരുക്ക നാളുകൾ ഈ ഭൂമിയിൽ അവൻ ജീവിച്ചിരുന്ന് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന അവൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ച് എല്ലാം നിവൃത്തിയായി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് അവൻ കരേറി പോകുവാനിടയായി തീർന്നു. ഇതാ അവൻ വീണ്ടും ഈ ലോകത്തിലേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവൻ കടന്നുപോയത്. അവൻ്റെ കടന്നുവരവിൻ്റെ ലക്ഷണമാണ് ഇന്ന് ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന സകലവും. അവൻ വീണ്ടും കടന്നു വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ്. തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥമായ ദൈവമാണെന്നും അവൻ എൻ്റെ രക്ഷകനാണെന്നും അവൻ എന്നെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നത് എന്നും വിശ്വസിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നു എങ്കിൽ അവന് ജീവരക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഇല്ല എങ്കിൽ അവൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. 113 സങ്കീർത്തനം 4 മുതൽ 6 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവ സകല ജാതികൾക്കും മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു. സകല ജാതികൾക്കും മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉന്നതങ്ങളിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ എന്ന് കാണുവാൻ കഴിയുന്നു. ഉന്നതത്തിൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ഉന്നതത്തിൽ വസിക്കുന്ന നമ്മുടെ ദൈവത്തിന് സദൃശനായി മറ്റാരുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. അതിൻ്റെ അടുത്ത വാക്യഭാഗം വായിക്കുന്നത്: ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. നമ്മുടെ ദൈവത്തിന് അതിൻ്റെ തനതായ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരന്തവും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്ന് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ഒന്നും ഇല്ലാതിരുന്നപ്പോഴും ദൈവം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഈ പ്രപഞ്ചം ശൂന്യമായിരുന്നപ്പോൾ, പ്രപഞ്ചമെന്ന് പറയുവാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നപ്പോഴും നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ ആത്മാവാണ്, അദൃശ്യനാണ്. സ്തോത്രം. ആ സകലത്തെയും സൃഷ്ടിച്ച ആ ഏക സത്യദൈവം ഉദരത്തിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവം എങ്ങനെയുള്ളവനെന്ന് മനുഷ്യർക്കാർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവനെ ആരോടും സദൃശീകരിക്കുവാൻ സാധ്യമല്ല എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 46-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യഭാഗത്തിൽ: നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്ക വിധത്തിൽ ആരോട് തുല്യമാക്കും? സ്തോത്രം.
കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആരോട് എന്നെ ഉപമിച്ച് സദൃശമാക്കും? തമ്മിൽ ഒത്തുവരത്തക്ക വിധത്തിൽ ആരോട് തുല്യമാക്കും? ആത്മാവും അദൃശ്യനുമായ ആ ഏക സത്യ ദൈവത്തെ മറ്റ് ആരോടും സദൃശീകരിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ നിത്യനായ സർവശക്തനായ ആത്മാവായ ദൈവം, സ്തോത്രം, ജഡത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ നാം അവനെ കാണുവാൻ ഇടയായി തീർന്നു. അത് തന്നെയാണ് അവന് ആ മനുഷ്യത്വമായിട്ട് അവനൊരു സാദൃശ്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആത്മാവായ ദൈവത്തെ ആർക്കും ഒരു നാളും കാണുവാൻ കഴിഞ്ഞിട്ടില്ല, ആരോടും അവനെ ഉപമിക്കുവാനും കഴിയുകയില്ല. എന്നാൽ ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നതുകൊണ്ട് നാം കാണുന്ന ആ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നതാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വഴി ദൈവവചനമാണ്. അതിലൂടെ അവൻ വെളിപ്പെടുത്തി തരുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. ദൈവം വെളിപ്പെടുത്തി തരാതെ ദൈവത്തെക്കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്തോത്രം, ദൈവം തൻ്റെ മക്കൾക്ക് അവനെക്കുറിച്ച് സകലവും വെളിപ്പെടുത്തി കൊടുക്കും എന്ന് ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. തൻ്റെ മക്കൾക്ക് മാത്രമാണ് ഈ വെളിപ്പാട് ലഭിക്കുന്നത്. സ്തോത്രം. ഏക സത്യ ദൈവമേ ഉള്ളൂ എന്നും അവൻ ആത്മാവാണെന്നും അദൃശ്യനാണെന്നും അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് യേശു ക്രിസ്തു എന്നും ഈ സത്യമായ വിഷയങ്ങൾ ദൈവത്താൽ വെളിപ്പെട്ട് ലഭിക്കപ്പെട്ടിട്ടുള്ള തൻ്റെ മക്കൾക്ക് മാത്രമാണ് ഇത് വ്യക്തമായിട്ട് അറിയുവാൻ കഴിയുന്നത്. സ്തോത്രം. അല്ലാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് ഇത് അജ്ഞമായി കിടക്കുന്നത് കൊണ്ട് അതിനെ അങ്ങോട്ട് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സത്യം അറിയുവാനായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ അന്ത്യനാളുകളിൽ എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത്. സ്തോത്രം. മത്സരബുദ്ധിയാൽ കാര്യങ്ങളൊന്നും ചിന്തിച്ചു പോകാതെ സത്യദൈവത്തെ സംബന്ധിച്ച് യഥാർത്ഥമായ അതിൻ്റെ വസ്തുതകൾ തിരിച്ചറിയുവാനും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും തങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എനിക്ക് ഈ സത്യം നീ വെളിപ്പെടുത്തി തരണമേ എന്ന് കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നാൽ തീർച്ചയായിട്ടും, സ്തോത്രം, കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാനിടയായി തീരും. ദാഹമുള്ളവൻ ആ ദാഹശമനം വരുത്തേണ്ടതിന് അവന് ദാഹജലം കൊടുക്കുവാൻ കഴിയുന്ന കർത്താവിങ്കിലേക്ക് അടുത്തു വരേണ്ടത് ആവശ്യമാണ്. സത്യം അറിയുവാൻ വേണ്ടി അവന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ദൈവം അവന് ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീരും. സ്തോത്രം. ആ സത്യം അറിയുവാൻ മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുകയില്ല. സ്തോത്രം. പലരും ഞങ്ങൾക്കെല്ലാം അറിയാം, എല്ലാം അറിയാം എന്നൊക്കെ അനുമാനിക്കുന്നവരുണ്ട് സ്വയം.
എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഒരുവന് അറിയുവാൻ കഴിയണമെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കണം. ദൈവത്താൽ അപ്രകാരമുള്ളതായ ഒരു വെളിപ്പാട് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോ പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് പരിശുദ്ധാത്മാവിനെ അയക്കേണ്ടത്. അവനൊരു കാര്യസ്ഥനായി അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനായി അവൻ കടന്നു വന്ന് ദൈവത്തെക്കുറിച്ചുള്ളതായ സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപദേശിച്ച് തരികയും സാക്ഷാൽ ദൈവമായവൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്ന് കർത്താവ് തന്നെ സ്തോത്രം ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിന്റെ 26, 27 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ 14-ന്റെ 26-ാമത്തെ വാക്യഭാഗത്തിൽ വായിച്ചത് എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, അല്ലെങ്കിൽ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് എന്ന കാര്യസ്ഥൻ, അവൻ വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോൾ മാത്രമാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യം പ്രസ്താവിക്കുവാനിടയായിത്തീരുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് മറ്റ് ചില സാക്ഷികളൊക്കെ ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങളാണ് യഥാർത്ഥ സാക്ഷികളെന്നൊക്കെ വെളിപ്പെടുത്തുന്നവരുണ്ട്. സ്തോത്രം. അതൊക്കെ തിരുവചനം തിരുത്തി എഴുതി പഠിപ്പിക്കുന്നവരായിട്ടാണ് കേൾക്കുവാൻ കഴിയുന്നത്, അറിയുവാൻ കഴിയുന്നത്. അതൊക്കെ സാത്താന്യമായ പ്രവർത്തനമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത്തരക്കാരായ ആളുകളുമായിട്ട് യാതൊരു വിധമാകുന്ന കുശലപ്രശ്നത്തിന് നിൽക്കുന്നത് യോഗ്യമല്ല എന്ന് മാത്രമേ എളിവന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളൂ. തിരുവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന നിത്യവചനത്തെ, സത്യവചനത്തെ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുമ്പോൾ അതിനെ വികലമാക്കിക്കൊണ്ട് അതിൻ്റെ സത്യങ്ങളെ മനഃപൂർവമായിട്ടും തിരുത്തി എഴുതിക്കൊണ്ട് തങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ, പൈശാചികമായിട്ടുള്ള അഭിപ്രായങ്ങൾ, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ഇത് സത്യമാണെന്ന് പറയുവാനും ശ്രമിക്കുന്ന സാത്താന്യമായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികളുമായിട്ട് നാം ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സകലവും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതൊരുവന് ലഭിക്കണമെങ്കിൽ മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരമില്ലാത്ത ഒരുവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുവന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനിടയായി തീരണമെങ്കിൽ എങ്ങനെ അതിന് സാധ്യമായി തീരുമെന്നുള്ളതിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
സ്തോത്രം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ തൻ്റെ സഭയ്ക്ക് ദൈവം അതിൻ്റെ ഉദ്ഭവ ദിവസം തന്നെ നൽകിയ അടിസ്ഥാന ഉപദേശം, ഈ ഉപദേശം മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞത്, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത നിലയിലുള്ളതായ ആ പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ സഭ അങ്ങനെയുള്ളതാണ്. ആ സഭയുടെ വക്താക്കൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ കർത്താവിനെ സേവിക്കുന്നവരായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളതായ വ്യക്തി ജീവിതങ്ങളെയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും, സ്തോത്രം, സകല ആത്മീയ ആലോചനകളും അവർക്ക് നൽകി ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് അത്തരക്കാരായ തൻ്റെ മക്കൾക്ക് നൽകി അവൻ ഓരോ ദിവസവും ആത്മീയ മണ്ഡലത്തിൽ ശോഭിക്കുവാൻ തക്കവണ്ണം അവരെ കരങ്ങളിൽ ഉപയോഗിക്കുന്നത് മാനസാന്തരപ്പെട്ട വ്യക്തികളെയാണ്. മാനസാന്തരപ്പെടാത്ത ധാരാളം ആളുകൾ ഭൂതലത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ക്രിസ്തു വിരോധികളായി, സാത്താന്യ ഉപദേശത്തിൻ്റെ പിൻഗാമികളായി, സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ലോകത്തിൻ്റെ മാർഗങ്ങളിൽ ജീവിക്കുകയാണ്. ഭൗതികമാകുന്ന ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കും ഭൗതികമാകുന്ന ധനസമ്പാദനത്തിനും ആഡംബരങ്ങൾക്കും ആർഭാടങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും ഒക്കെയായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളെ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെല്ലാം സാത്താൻ്റെ പിൻഗാമികളായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യം, ദൈവം ഏകനല്ല എന്ന് പറയുന്നവരും പഠിപ്പിക്കുന്നവരുമായ സകല ആളുകളും സാത്താൻ്റെ വേലക്കാരാണ് എന്നാണ് കാണുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നവരും അങ്ങനെ പഠിപ്പിക്കുന്നവരുമായ ആളുകളും സാത്താൻ്റെ വേലക്കാരുടെ കൂട്ടത്തിലുള്ളവരാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നാനം നിഷേധിക്കുന്നവരും സാത്താൻ്റെ അനുയായികളാണ്. കർത്താവിൻ്റെ വരവടുത്തിരിക്കുകയാൽ സകല പ്രിയപ്പെട്ടവരും മാനസാന്തരപ്പെട്ട് കർത്താവിനായി ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വൈകസമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവൻ്റെ രാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഈ അന്ത്യ നാളുകളിൽ അന്യഭാഷ അടയാളത്തോടു കൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചും സ്തോത്രം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവരിലൂടെ പ്രവർത്തിക്കുന്നത് എതിരാളിയായ പിശാചിൻ്റെ തന്ത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ടും പഠിക്കുവാൻ കഴിയുന്നു. ദൈവം തൻ്റെ വചനത്തിലൂടെ നൽകിയിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് അപ്പുറമായിട്ട് മറ്റേതെങ്കിലും ന്യായങ്ങൾ തിരികെ കയറ്റി ഇതാണ് സത്യം എന്ന് പഠിപ്പിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒടുവിൽ നിരാശപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായും ഗ്രഹിക്കുക, ദൈവത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുക. ഏകസത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ആത്മാവും അദൃശ്യനുമായ ഏകസത്യ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അത് ഭൂമിയിലുള്ളതായ സകല മാനവ ജാതിയുടെയും ആത്മരക്ഷയ്ക്കായിട്ടാണ്
അവൻ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. യഥാർത്ഥമായ സത്യം അറിയാതെ പോയാൽ ദൈവരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയാതെ, സ്തോത്രം, നിത്യത ലഭിക്കാതെ നിത്യ ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ ഇടയായിത്തീരും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. യാതൊരു വിധമാകുന്ന പ്രയോജനം അതുകൊണ്ട് ഉണ്ടാവുകയുമില്ല. അത് വരാതിരിക്കേണ്ടതിന് നിത്യരാജ്യത്തിൽ നിത്യമായ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായി തീരേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സത്യദൈവത്തിനായിട്ട് ജീവിക്കുക. കർത്താവ് ഒരാറായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടയവനായി ഈ സമയത്തെ വേർതിരിച്ചു തന്ന എൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇളയവനെ ഈ വൈസമയത്ത് ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.